ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം മടങ്ങാം മഹാനിയോഗത്തിലേക്ക് എന്ന വിഷയത്തെ അധികരിക്കുന്ന ആത്മീക പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നത്. മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. പോയി പ്രസംഗിക്കണം എന്നുള്ളത് കർത്താവ് നൽകിയ കൽപ്പനയിൽ ആവർത്തിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നാം കാണുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. നിങ്ങൾ ഭൂലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്നുള്ളതായ കൽപ്പന നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മഹാനിയോഗത്തിൽ ഏറ്റവും മുഖ്യമായ കൽപ്പനയായിട്ടാണ് അത് ഇരിക്കുന്നത്. അതിനെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് കുറിപ്പുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു. ആരാണ് പോയി പ്രസംഗിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൽ 3 സുപ്രധാനമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൽ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയാമോ? തന്നോട് കൂടെ ഇരിക്കേണ്ടതിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത്. രണ്ടാമത്തേത് നമ്മുടെ വിഷയമാണ്. തന്നോടുകൂടെ ഇരിക്കണം, പിന്നെ പ്രസംഗിക്കാനായിട്ട് അയക്കണം. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതായ കാര്യം, പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർ തന്നോട് കൂടെ ഇരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളത് നാം അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ചില വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അതിലൊടുവിലായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയതായ കാര്യം, ഗുരുനാഥനോട് കൂടെ ഇരിക്കുന്നവർക്ക് ഗുരുനാഥനോട് കൂടെയുള്ളതായ ഹൃദ്യമായ സ്നേഹവും കൂട്ടായ്മയും ആചരിക്കാനായിട്ട് സാധിക്കും. മർക്കോസ് സുവിശേഷത്തിലൊരു വാക്യം ആ ബന്ധത്തിൽ നമ്മൾ കാണാനിടയായിട്ട് തീർന്നിരുന്നു. 6-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ. ഒരു ബന്ധം ലഭിക്കേണ്ടതിന് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതാണ്, ഒരിക്കൽ കൂടി വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ. വഴികളിൽ പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അപ്പോൾ അവിടെ വളരെ തിരക്കേറിയ സാഹചര്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മുൻകൈയെടുത്ത്, നിങ്ങൾ വേറിട്ട് ഒരു ഏകാന്ത സ്ഥലത്ത് വന്ന് കർത്താവിനോട് കൂടെ സമയം ചെലവിടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അത് കേവലം തിരക്കിൽ നിന്ന് മാറിയിരിക്കുകയല്ലായിരുന്നു, അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കൂട്ടായ്മയുടെ ഏകാന്തത ഗുരുനാഥൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ
കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനിടയായിട്ട് തോന്നിയൊരു കാര്യം, തൻ്റെ ശിഷ്യന്മാർ തന്നോടുകൂടെ തനിച്ചിരുന്ന് ആ കൂട്ടായ്മ ആചരിക്കുവാൻ ഇടയായിട്ട് തീരണം. നാമും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മുടെ ഗുരുനാഥനോടുകൂടെ തനിച്ചിരിക്കുന്ന ആ ഹൃദ്യമായ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതായ സത്യം നാം അവിടെ കാണുകയാണ്. നാദൽ സാഹിബിൻ്റെ ഒരു പാട്ടിൻ്റെ ലൈൻ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാനിടയായിട്ട് തോന്നുന്നത്. ആ ദൈവഭക്തൻ അത് എത്രയോ വിലമതിച്ചിരുന്നു എന്നുള്ളത്, ആസ്വദിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞായിരുന്നു, വേദപുസ്തകത്തിൽ അങ്ങനെ ദൈവത്തോടുള്ള ഹൃദ്യമായ കൂട്ടായ്മ ആചരിച്ച പല ഭക്തന്മാരുടെ അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. അതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഇനിയാണെങ്കിലും നമുക്ക് അങ്ങനെ ദൈവവചനത്തിലെ സത്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയേണ്ടുന്നതാണ്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാനൊന്ന് പരാമർശിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പഴയ നിയമഭക്തനായിരുന്ന അബ്രഹാം ദൈവത്തോടുള്ള ഏറ്റവും ഹൃദ്യമായ കൂട്ടായ്മ കൂടെ ആസ്വദിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ ആരായിരുന്നു എന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തനായിട്ടാണ് അബ്രഹാമിനെ നമ്മൾ കാണുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ് നാം അത് കാണുന്നത്. വാക്യം വായിക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ആരായിരിക്കണം? കർത്താവായിരിക്കണം. അങ്ങനെ ആരംഭിക്കുന്ന ഒരു നല്ല പാട്ട് ആത്മീയതയുണ്ട്. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ എന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാണപ്രിയനുള്ളതായ ആ ഹൃദ്യമായ ബന്ധം നമുക്ക് ആരോഗ്യപരമായി സൂക്ഷിക്കുവാനായിട്ട് സാധിക്കട്ടെ. അബ്രഹാമിനെ ആ പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിൽ അബ്രഹാം അനുഭവിച്ചിരുന്ന ആ കൂട്ടായ്മയെ വെളിപ്പെടുത്തുന്ന ധാരാളം വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു വേദഭാഗം മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വേറിട്ടൊരു ദർശനമാണ് നാം ആ വാക്യത്തിൽ വായിക്കുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിലെ പോയിലേക്കുണ്ടായിരുന്നു. അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കയ്യിൽ ഒരു അതിമഹത്തായ പ്രതിഫലവും കാണും. അപ്പോൾ അവിടെ അബ്രഹാമിന് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു ദർശനം ദൈവം കൊടുക്കുന്നത് നാം ഇവിടെ കാണുകയാണ്. എപ്പോഴാണ് ദർശനം കൊടുത്തത് എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എപ്പോഴാണ് ആ ദർശനം കൊടുത്തത്? 1-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു സൂചനയുണ്ട്. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ ഏതിൻ്റെ ശേഷമായിരിക്കുന്നത്? 14-ാം അധ്യായത്തിൽ ഒരു വലിയ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ലോത്തിനെ ഒക്കെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അബ്രഹാം തൻ്റെ വീട്ടിൽ വളർന്ന അഭ്യാസികളുമായി ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും എല്ലാം തിരികെ കൊണ്ടുവന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വളരെ മനോഹരമായൊരു വിജയം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സോദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, ഈ സമ്പത്തെല്ലാം നീ എടുത്തോ. പക്ഷേ അബ്രഹാം പറഞ്ഞ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞ്
ആ വലിയ സമ്പത്തിനെ നിരാകരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇനി ആ 1-ാം വാക്യത്തിൻ്റെ ആദ്യ വാക്കുകൾ നമ്മൾ നോക്കണം. അതിൻ്റെ ശേഷം അബ്രാഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വലിയൊരു സമ്പത്ത് വേണ്ടെന്ന് തീരുമാനിച്ച് വളരെ ശക്തമായ തീരുമാനമെടുത്തതായ അബ്രഹാമിനെ ദൈവം തൻ്റെ വേറിട്ട ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ പാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അബ്രഹാം അങ്ങനെ അത് വേണ്ടെന്ന് തീരുമാനിച്ചതിന് ഒരു കാരണമാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. അബ്രഹാമിനെ സോദോം രാജാവ് സമ്പന്നനാക്കിയെന്ന് നാളെ ആരും പറയാൻ ഇടയായിട്ട് തീരരുത്. അബ്രഹാമിനെ സമ്പന്നനാക്കണമെങ്കിൽ ആക്കാൻ ആരുണ്ട്? അബ്രഹാമിനൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ഒരു വലിയ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കണ്ട് അബ്രഹാം ലോകപ്രകാരമുള്ള വലിയ സമ്പത്തിനെ ത്യജിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ദൈവത്തെ ഏറ്റവും വലുതായി കണ്ട് എൻ്റെ സമ്പത്ത് കർത്താവാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ നിസ്സാരമായി കണ്ട് ത്യജിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് വരികിൽ അത് ദൈവത്തെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. ഇനി അവിടെ വന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്ന 3 വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ധൈര്യപ്പെടുവാനും സന്തോഷിക്കാനും മുഖാന്തരമായിട്ട് തീർന്ന വാക്കുകളാണിത്. അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. 1-ാം വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒത്തിരി വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ആദ്യം അബ്രഹാമിനെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. എന്താ അബ്രഹാമിനോട് പറയുന്നത്? അബ്രഹാമേ ഭയപ്പെടേണ്ട. ഞാൻ ഇന്ന് തന്നെ വേറൊരു ഭക്തനോട് പറഞ്ഞ കാര്യവും പറയുമായിരിക്കാം. അതുകൊണ്ട് ഈ വാക്കൊന്ന് നമ്മുടെ മനസ്സിൽ അടിവരയിടാം. അബ്രഹാമിനെ പേര് വിളിച്ച് പറയുകയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട. അപ്പോൾ അബ്രഹാമിന് ഭയമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യം ഒറ്റ നോട്ടത്തിൽ അവിടെയില്ല. കാരണം വലിയൊരു വിജയം കഴിഞ്ഞ് അബ്രഹാം വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഈ വിജയത്തിന് മുൻപിൽ നിന്ന ഈ അഭ്യാസികൾക്ക് പോലും അബ്രഹാമിൻ്റെ തീരുമാനം അത്ര സ്വീകാര്യമായിരിക്കണം തോന്നണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ അധ്വാനവും ബെത്തപ്പാടും ഒക്കെ ആരാണ് ചെയ്തത്? അവരാണത് പ്രധാനമായിട്ടും ചെയ്തത്. അപ്പോൾ ഈ സമ്പത്തെല്ലാം ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ തോന്നാനുള്ളതായ സാധ്യതയുണ്ട്. തോന്നിയൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അബ്രഹാം അവിടെ ഈ കാര്യം ആരോടും ആലോചിക്കാതെയാണ് ചെയ്തത്. അബ്രഹാം അങ്ങനെ ആലോചിച്ചൊന്നും ചെയ്തതായ കാര്യം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. എല്ലാ കാര്യവും ദൈവം അബ്രഹാമുമായുള്ള ഉടമ്പടിയിലാണ് ചെയ്യാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ദൈവം പ്രത്യേകിച്ച് വന്ന് അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുകയാണ്. അബ്രഹാമെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം ദൈവവചനത്തിൽ എത്രയോ ഭക്തന്മാരെ ദൈവം വളരെ നിർണായകമായ സന്ദർഭങ്ങളിൽ അടുത്തു വന്ന് ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ ദൈവജനത്തെക്കുറിച്ച് പൊതുവെ പറയുന്നൊരു ചില വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ഒന്ന് വായിച്ചു പോകാം. അതിൻ്റെ ഒരു വായന പോലും നമുക്ക് പ്രചോദനമാണ്. 43-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഇസ്രയേലിനോട് പൊതുവെ ദൈവം പറയുന്ന വളരെ പ്രചോദനത്തിൻ്റെ ധൈര്യത്തിൻ്റെ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. 43-ൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ഇപ്പോൾ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും
ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അറിയിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീതിയിൽ കൂടി നടന്നാൽ നിന്നു പോവുകയില്ല, അഗ്നിദ്വാര നിന്നെ ദഹിപ്പിക്കുകയില്ല. അതിൽ ഓരോ വാക്കുകളും ഓരോ സന്ദേശങ്ങളാണ്. കാരണം ഓരോ വാക്കുകൾക്കും ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വെള്ളത്തിൽ കൂടി കടന്ന സാഹചര്യങ്ങളുണ്ട്, തീയുടെ നടുവിൽ ഇടപെട്ട സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഓരോ വാക്കുകളും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളതായ വാക്കുകളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം ധൈര്യപ്പെടുത്തുന്നത്, നീ ഭയപ്പെടേണ്ട, ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നൊരു കാര്യം, അബ്രഹാമിന് ഒരുപക്ഷെ ഭയം തോന്നിയ സാഹചര്യത്തിലായിരിക്കാം ദൈവം അടുത്തു വന്ന് അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുകയാണ്. ഇവിടെ അബ്രഹാമിൻ്റെ മക്കളെയും ധൈര്യപ്പെടുത്തുകയാണ്. നമ്മൾ വിശ്വാസത്തിൽ ആരുടെ മക്കളാണ്? അബ്രഹാമിൻ്റെ മക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ നമുക്കൊരു വലിയ പ്രചോദനമായിട്ട് ഇരിക്കട്ടെ. പരിചയമുള്ള ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ചേർത്ത് പറയാം. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിടുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ നാം പലപ്പോഴും ഓർക്കാറുണ്ട്. നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഉത്തരവാദിത്വം യോശുവ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ യോശുവയെ ദൈവം വേറിട്ട് വ്യക്തിപരമായി ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഒരു റെഫറൻസോട് എഴുതിയിട്ടുള്ളൂ. നെഹമ്യാവിൻ്റെ ദിവസം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവിൻ്റെ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്നെ ഓർക്കേണ്ട അടുത്ത വാക്ക്, എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ നെഹമ്യാവിനെ പോലും ഭയപ്പെടുത്താൻ ശത്രു ചില ശക്തന്മാരായ ആളുകളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചെറിയ ഭയം നെഹമ്യാവിനും തോന്നിക്കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ ദൈവം ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. കൂടെ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ലോകപ്രകാരം തോന്നാവുന്ന പ്രതികൂലങ്ങളുടെ എല്ലാം നടുവിൽ നമ്മുടെ ദൈവം നമുക്ക് എത്ര നല്ലവനായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമത്തെ വാക്ക് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിൻ്റെ പരിചയമാണ്. ഞാൻ നിൻ്റെ പരിചയമാണ്. പരിചയം എന്നുള്ള ഈ വാക്ക് പിള്ളേർക്കെല്ലാം മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പണ്ടത്തെ യുദ്ധങ്ങളിലുമൊക്കെ അമ്പും വില്ലും ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളിലൊക്കെ അമ്പ് വന്നാൽ വിദഗ്ധമായി പരിചയം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയമാണ്. ഇതെന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞു എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം ഈ അബ്രഹാമിൻ്റെ അഭ്യാസികളുമായി ചെന്ന് ഈ വലിയ വിജയം കൈവരിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിന് തോന്നി കാണുകയില്ലെന്ന് വിചാരിക്കുകയാണ്. സ്വാഭാവികമായും ഇതായി ഏത് മനുഷ്യർക്കും തോന്നാം, ഏത് പ്രശ്നം വന്നാലും എനിക്കാരുണ്ട്, എനിക്ക് അഭ്യാസികൾ കൂടെ ഇല്ലേ, ഈ 318 അഭ്യാസികൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ധൈര്യമായിട്ട് തോന്നാം. ഞാനിന്ന് രാത്രി ഒരു വലിയ സത്യത്തോടെ ഓർപ്പിക്കുകയാണ്. ലോകത്തിൽ പല ആളുകളും നമുക്ക് പരിചയമാണെന്നോ സംരക്ഷണമാണെന്നോ ഒക്കെ നമുക്ക് തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ അബ്രഹാമിനോട് ഇപ്പോൾ ദൈവം എന്ന് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കുവാൻ ആർക്കേ കഴിയുകയുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം
സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ ഞാനൊന്ന് പരാമർശിക്കാം. 11-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഒരു ദൈവഭക്തൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ, അതൊരു പാട്ടാണല്ലോ, അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 2-ാമത്തെ വാക്യം, 11-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വെല്ലുവിളി ശസ്ത്രം ഞാനിന്മേൽ കൊടുക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന ഈ വാക്യം, ആ വാക്ക് ആരാണ് എയ്യുന്നത് എന്നവിടെ പറയുന്നുണ്ട്. ആരാണ്? ദുഷ്ടന്മാർ. ആരെയാണ് എയ്യുന്നത്? ഹൃദയപരമാർത്ഥികളെ. അപ്പോൾ അവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു പാഠം, ഒരു വാചകം ചേർത്ത് ഓർപ്പിക്കുകയാണ്. ഒരാൾ ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുന്നതെന്ന് കരുതി യാതൊരു എതിർപ്പും പ്രയാസവും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അത് അവർക്കാണ് കൂടുതൽ ഉണ്ടാകുക. കാരണം ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കാണ് ഉപദ്രവവും ഏറെ നേരിടുക. അപ്പോൾ ഇവിടെ ഹൃദയപരമാർത്ഥികളെ എയ്യുകയാണ്. എപ്പോൾ എയ്യുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്? ഇരുട്ടത്ത് എയ്യുകയാണ്. ഇവിടെയാണ് ഞാൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കിൻ്റെ മഹത്വം ഓർത്തത്. ഇരുട്ടത്തെയ്യുന്ന അമ്പിനെ തടുക്കാനായിട്ട് ഏത് വലിയ അഭ്യാസികൾക്കും സാധിക്കില്ല. കാരണം അവർക്ക് നൽകാവുന്ന സംരക്ഷണത്തിന് എത്രയോ പരിധികളുണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിന് സാധിക്കും. സഭകളുടെ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആളിലൊക്കെ ചിന്തിക്കാനിടയായിട്ട് തീർന്നിരുന്നു. അപ്പോൾ നമ്മൾ കൂടെ ഓർത്തിട്ടുള്ളതായ വാക്യമാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിൻ്റെ മുമ്പിൽ ഇരുട്ടത്ത് എയ്യപ്പെടുന്ന അമ്പുകളും അതൊന്നും ഒരു വിഷയമായിരിക്കില്ല. കാണാനൊരു പ്രയാസവും ഉണ്ടാകില്ല. ഒരു റെഫറൻസോട് ഇന്ന് ചേർത്ത് എഴുതിയിട്ടുള്ളൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഏലീശയുടെ ചുറ്റും ഏലീശയുടെ ദാസൻ്റെ കണ്ണ് പ്രാർത്ഥിച്ച് തുറക്കപ്പെടുമ്പോൾ അവൻ കാണുന്ന ഒരു സൈന്യമുണ്ട്. അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും അവൻ കാണുകയാണ്. ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ദൈവം പരിചയമായിരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മുടെ ദൈവത്തിന് വേറിട്ടുള്ള സംരക്ഷണം നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതായ വലിയ സത്യം ഇവിടെ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറയുക, അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയമാണ്. 7-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കുകൾ നമ്മോടുള്ള വാക്കുകളായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ പറ്റുകയില്ല. നമുക്ക് എത്ര പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും അവർക്കും സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് പരിചയമായിരുന്നു നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം ഇവിടെ നാം ഓർക്കുകയാണ്. 3-മതൊരു പ്രയോഗം കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. പ്രതിഫലമായ ദൈവത്തെക്കുറിച്ചാണ് അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നത്. ഞാൻ നിൻ്റെ പരിചയമാണ്, പിന്നെ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാനായിട്ട് 127-ാം സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് ഓർത്താൽ നല്ലതാണ്. മക്കളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ, മക്കൾ യഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. അപ്പോൾ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് പ്രതിഫലമായിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ലോകപ്രകാരം ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവെ ആ സാധ്യതയൊന്നും ആരും നമ്മുടെ നാട്ടിലും കാണുന്നില്ല. കാരണം അങ്ങനെ ഇരുന്നുകൊണ്ടൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഇവിടെ ദൈവം, ഇവിടെ ഈ അധ്യായത്തിനൊരു പ്രത്യേകതയുള്ളത് നമുക്കറിയാമല്ലോ. ഈ അധ്യായത്തിലാണ് അബ്രഹാം 2-ാം വാക്യത്തിൽ ഒരു പരാതി പറയുന്നത്, എനിക്കൊരു മകനില്ല, അതുകൊണ്ട് എൻ്റെ അവകാശി ആരാണ്? ഈ ദമ്മശേക്കുകാരനായ ഇല്ലേസറാണ്. അപ്പോൾ മകനെക്കുറിച്ചൊരു പരാതി പറയുന്നത് ഈ അടുത്ത വാക്യത്തിലാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ മനസ്സ് വേദനയും ഒക്കെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയാണ്
ദൈവം അബ്രഹാമിനൊരു ദർശനം കൊടുത്ത് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ നിൻ്റെ പ്രതിഫലമാണ് എന്ന് അബ്രഹാമിനോട് പറഞ്ഞ് അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉൾക്കൊണ്ടൊരു പ്രചോദനം കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവത്തിന് പ്രതിഫലമായിരിക്കാനായിട്ട് ഏത് വഴിയും ഉപയോഗിക്കാം. ഒരു വാക്യം ഞാൻ പറയാം. അവിടുത്തെ കാര്യം ഫിലിപ്പ് 2:22 തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് ഒരു മനോഹരമായ സാക്ഷ്യം പറയുന്നുണ്ട്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു. അപ്പോൾ ലോകപ്രകാരം പൗലോസിന് പ്രതിഫലമായിരിക്കാനായിട്ടുള്ള ആളുകളില്ല, ലോകപ്രകാരമില്ല. പക്ഷെ ദൈവം എന്ത് മനോഹരമായിട്ടാണ് പൗലോസിന് വേണ്ടി അത് ഒരുക്കിയതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ദൈവത്തോട് കൂടിയിരിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മനോഹരമാണ്, അത് നമുക്ക് എത്രയോ സുരക്ഷിതമാണ്. ആ വലിയ സത്യം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ ഇരുന്ന് അവനെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഈ അധ്യായം വളരെ പ്രസിദ്ധമായ ഒരു അടിസ്ഥാന ഉപദേശത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുന്ന അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. നിങ്ങൾക്കത് അറിയാമായിരിക്കാം. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് റോമാലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ നിന്നാണൊരു വാക്യം ഉദ്ധരിക്കുവാനിടയായിട്ട് തീരുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാം. യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണമല്ല പറയാൻ ശ്രമിക്കുന്നത്. ദൈവം ഇപ്പോൾ 3 കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിനെ ധൈര്യപ്പെടുത്തി, ഞാൻ നിൻ്റെ പരിചയമാണെന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണെന്ന് പറഞ്ഞു. ഈ വാക്കുകളിൽ അബ്രഹാമിന് ധൈര്യപ്പെടാൻ കഴിയണമെങ്കിൽ അബ്രഹാം ചെയ്യേണ്ട ഒരു കാര്യം 6-ാം വാക്യത്തിലുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുക. ഇപ്പോൾ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഈ വാക്യങ്ങളൊക്കെ മനഃപ്പാഠം പഠിച്ചു എന്ന് വിചാരിക്കുക. വിശ്വസിക്കാത്ത ഒരാൾക്ക് ഇതിൻ്റെ ധൈര്യം അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. ബുദ്ധിപരമായിട്ട് കാര്യം അറിയാമായിരിക്കാം, പക്ഷേ വിശ്വസിക്കുന്നവർക്ക് പ്രായോഗിക തലത്തിൽ അത് ഉപകാരമായിട്ട് വരികയുള്ളൂ. എബ്രായ ലേഖനത്തിലെ മനോഹരമായൊരു സത്യമുണ്ടല്ലോ, സദ്വർത്തമാനം കേട്ടവരാണ് ഇസ്രായേൽ ജനം, പക്ഷെ അവർക്കത് ഉപകാരമായി വന്നില്ല. കാരണം എന്താണ്? അതവരിൽ വിശ്വാസമായി പരിണമിക്കായകയാൽ ഉപകാരമായിട്ട് വന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തോടു കൂടെ ഇരുന്ന്, ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ വാക്കുകൾ നമുക്ക് ധൈര്യമായിട്ടും പ്രചോദനമായിട്ടും തീരണം എന്ന് വരികിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിലെന്തെങ്കിലും ഒരു വിശ്വാസക്കുറവ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, വ്യക്തിപരമായി തോന്നുന്നെങ്കിൽ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദൈവത്തോട് കൂടെ ഇരുന്ന് നാം അനുഭവിക്കുന്ന ധൈര്യം, നാം അനുഭവിക്കുന്ന പ്രചോദനം, അത് പ്രായോഗിക തലത്തിൽ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു സംഭവം കൂടി ഞാൻ ഈ ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ കർത്താവ് കൂടെ ഇരുന്നതിൻ്റെ ധൈര്യം പൗലോസ് അപ്പോസ്തലൻ അനേക സന്ദർഭങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിലൊരു സന്ദർഭം ഞാനൊന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. ഞാനിത് വായിച്ചും ചിന്തിച്ചൊക്കെ വന്നപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകളോട് വളരെ ബന്ധമുള്ള വാക്കുകളാണ്. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിൽ പൗലോസിനോട് പറയുന്നതായിട്ട്
നാം കാണുന്നത്. ഒന്ന് വായിക്കാം വാക്യം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ മുന്നിൽ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണെന്നും നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്യുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടുകൂടി എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. ഒരു കപ്പൽ യാത്രയിലാണ്. ആ യാത്രയിൽ വലിയ പ്രതിസന്ധിയെ അവർ അഭിമുഖീകരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ മരിച്ചു പോകുന്നതായ നിരാശയിൽ ആയിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസും ആ കൂട്ടത്തിലൊരു യാത്രക്കാരനാണ്. അപ്പോൾ താൻ അനുഭവിക്കുന്ന തൻ്റെ ഉടയവൻ്റെ വേറിട്ടുള്ള സാന്നിധ്യവും ആശ്വാസവും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ദൈവത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുകൾ നമ്മൾ ധാരാളം ഓർത്തിട്ടുണ്ട്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതായ പൗലോസിൻ്റെ ആ ബോധ്യം, ദൈവത്തെ അറിയാത്ത ആ ആളുകളുടെ മുമ്പിൽ പൗലോസ് എല്ലാ സന്തോഷത്തോടും കൂടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ യജമാനൻ്റെ വകയാണെന്നുള്ള ബോധ്യം പൗലോസിനെ ഏറെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഈ വാക്കുകൾ നമ്മൾ ഈ അടിമത്വമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം. അപ്പോൾ പൗലോസ് പറയാണ്, ദൈവം എൻ്റെ ഉടയവനാണ്. ഞാൻ ആ ദൈവത്തെയാണ് സേവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്കും സന്തോഷമായി പറയാവുന്നതായ കാര്യമാണ്. ഈ ആത്മീയതത്തിലെ ഒരു പാട്ടിൻ്റെ മനോഹാരിത ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു സന്ദർഭമുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഇവിടുത്തെ കുര്യാക്കോസ് സാർ വളരെ രോഗിയായി കിടന്ന സാഹചര്യത്തിൽ കൂടെ പോവുകയും കാണുകയും തന്നോടുകൂടെ ഒത്തിരി സമയം ചെലവിടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചില പാട്ടുകളൊക്കെ പാടാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ പറഞ്ഞ പാട്ടിൽ നമ്മളൊക്കെ സാധാരണ പാടുന്നൊരു പാട്ടിൻ്റെ ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിൽ പാടാൻ വേണ്ടി, ബുദ്ധിമുട്ട് കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്തു നഷ്ടം ഞാൻ കർത്താവിനാ, യേശുദാനൻ സ്വന്തം തൻ്റെ രാജ്യവും എനിക്കുള്ള അംശം ആധാരെടുക്കും. എൻ്റെ അടിസ്ഥാനം ആദു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയിൽ. കിടക്കയിൽ തനിച്ചൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്ന സാഹചര്യത്തിലാണ് ഈ പാട്ട് പ്രത്യേകം പാടാനായിട്ട് പറഞ്ഞത്. അതെന്നെ അന്ന് വളരെ സ്പർശിച്ചിരിക്കുകയായിരുന്നു. ബുദ്ധിമുട്ടും കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്താണ് നഷ്ടം? ഞാൻ ആരുടെയാണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് ആരുടെയും ബുദ്ധിമുട്ടാണ്? കർത്താവിൻ്റെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിലല്ലേ പൗലോസോട് പറയുന്നത്, എൻ്റെ ഉടയവനാണ് ദൈവം. ആ ഉടയവനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. നമ്മളിത് മറന്നു പോകരുത്. കാരണം പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വവും ആ ദൈവത്തോട് നമുക്കുള്ളതായ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയും എപ്പോഴും ഓർക്കാനായിട്ട് സാധിക്കണം. ഞാൻ അബ്രഹാമിനോട് പറഞ്ഞിരുന്നു, ഇനി പറയാമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഞാനിന്ന് പോലെ ഒത്തിരി ആസ്വദിച്ചൊരു വാക്കാണിത്. 24-ാം വാക്യത്തിൽ, 24-ാം വാക്യം തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസേ
ഭയപ്പെടരുത്. എൻ്റെ പേര് അത് തന്നെയായതുകൊണ്ട് ഞാൻ വേറിട്ട് ഇന്ന് പകൽ ഈ വചനത്തിൽ ധൈര്യപ്പെടുവാൻ ഇടയായിട്ട് തോന്നുന്നു. ഉൽപ്പത്തി 15:1 അബ്രഹാമിനോട് എന്താ പറഞ്ഞു? അബ്രഹാമേ ഭയപ്പെടരുത്. അപ്പോൾ ദൈവം പേർ ചൊല്ലി ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ സത്യമാണ്. എന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, കേവലം ഭയപ്പെടരുത് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ കപ്പൽ ഛേദത്തിൽ നിനക്ക് ജീവഹാനി ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാക്കി പറഞ്ഞു. അതിന് യാതൊരു സംശയവും തോന്നേണ്ട ആവശ്യമില്ല. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ, കൈസരുടെ മുമ്പിൽ വിസ്താരത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് പൗലോസിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പൗലോസ് അവിടെ കൈസരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഈ കപ്പൽ ഛേദത്തിൽ നിന്ന് നിശ്ചയമായിട്ടും രക്ഷപ്പെടണം. അപ്പോൾ ഞാനിവിടെ ഓർത്തൊരു കാര്യമുണ്ട്. കേവലം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാ ന്യായവും പറഞ്ഞു. പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാണ്. അതുകൊണ്ട് ഇവിടെ ജീവാപായം ഉണ്ടാകുമെന്ന് നീ വിചാരിക്കേണ്ടതായ ആവശ്യമില്ല. സാധാരണ ദൈവം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ മതി, അതിന് ന്യായം പറയാൻ ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. പക്ഷെ ഇവിടെ പൗലോസിനോട് അതിന് ന്യായവും വ്യക്തമാക്കുന്നു എന്നുള്ളത് അതിമനോഹരമായ ഒരു സത്യമാണ്. മറ്റൊരു വലിയ സത്യം ഈ വാക്യത്തിൽ ഞാൻ കാണാനിടയായിട്ടുണ്ട്. വലിയൊരു കൊയ്ത്തിൻ്റെ വാഗ്ദത്തം പൗലോസിന് ഈ വാക്യത്തിൽ നൽകുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. എത്ര പേരുണ്ട് അവർ? 276 പേര് ഈ യാത്രയിൽ ഉണ്ട്. 37-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പൗലോസിന് പ്രത്യക്ഷനായി പറയുകയാണ്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ഏവരെയും നിനക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഞാനവിടെ ഓർത്തിരിക്കുകയാണ്, പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ സായാഹ്നത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ ഈ സുവിശേഷത്തിന് വേണ്ടി ഏറെ താൻ അധ്വാനിക്കുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ കർത്താവ് ഇപ്പോൾ പറയുന്നത്, ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന 276 ആളുകളുണ്ട്, ഞാൻ അവരെ നിനക്ക് ദാനമായിട്ട് തന്നിരിക്കുക. പൗലോസിൻ്റെ പ്രസംഗത്തിനുമൊക്കെ എന്തോരം ആളുകൾ കൃപയിലേക്ക് വന്നു എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ആ യാത്രയിൽ തന്നോടുകൂടെ യാത്ര ചെയ്ത് ഏവരെയും ദൈവത്തിനു വേണ്ടി നേടാനുള്ളതായ വിലപ്പെട്ടതായ അവസരം പൗലോസിന് നൽകുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ദൈവം ഒരാളെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് ജയിലിൽ കിടന്നാലും അവിടുന്ന് പുറത്തു വരുമ്പോഴേക്കും ഒരു കൂട്ടം വിശ്വാസികൾ അവിടെ ഉണ്ടാകും. നമ്മൾ ആ ചരിത്രത്തിലൊക്കെ അത് വായിക്കുവാൻ ഇടയായി തീരുന്നുണ്ട്. ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒനേസിമോസുമൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന പേരുകളാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദൈവദാസനെ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് ദൈവം വേറിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് എടുത്തു പറയട്ടെ, അതാണ് നമ്മുടെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. പൗലോസിനെ ധൈര്യപ്പെടുത്തി. പിന്നെ പൗലോസിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതിൽ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കുന്നു. ധൈര്യത്തോടെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യ വാക്യത്തിൽ പറഞ്ഞ് പൗലോസെ ഭയപ്പെടേണ്ട. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ. അതെ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ ഗുരുനാഥനോട് കൂടെ ഇരുന്നാണ് പോയി പ്രസംഗിക്കാനായിട്ട് നൽകുന്ന നിയോഗം
എന്തൊക്കെ പറയണം എന്നുള്ളത് ആര് പറഞ്ഞു തരും? കർത്താവ് പറഞ്ഞു തരും. അതുകൊണ്ട് പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഗുരുനാഥനോട് കൂടെ ഇരിക്കണം. ഗുരുനാഥനിൽ നിന്ന് കേൾക്കണം. അതാണ് പോയി പ്രസംഗിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ധൈര്യം പ്രാപിച്ച പൗലോസ് ഇപ്പോൾ അവരെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളതായ സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോടുകൂടി ഇരിക്കാനായിട്ട് കഴിഞ്ഞാൽ അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഈ വിലയേറിയ സന്ദേശം നമ്മുടെ ഗുരുനാഥനിൽ നിന്ന് പ്രാപിച്ച് അവരോട് പറയാനായിട്ട് സാധിക്കും. പൗലോസ് ഈ വാക്ക് പറയുമ്പോൾ അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്കും ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം. പൗലോസിനോട് എന്നാ പറഞ്ഞത്? നീ കൈസറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്, നീ സുരക്ഷിതനായിട്ട് ചെല്ലും. ഇപ്പോൾ ആ ധൈര്യം ഉൾക്കൊണ്ട പൗലോസ് ഇപ്പോൾ ഈ ഭയവിഹുലരായിരിക്കുന്ന സഹയാത്രികരോട് പറയുകയാണ്, നിങ്ങളുടെ ഒരുത്തൻ്റെ തലയിൽ രോമം പോലും നഷ്ടമാകയില്ലെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നാം നമ്മുടെ ഗുരുനാഥനോട് കൂടെ ഇരിക്കണം. പ്രസംഗിക്കാൻ പോകേണ്ടതിന് മുമ്പ് നമുക്ക് അവനോടുള്ള കൂട്ടായ്മയിൽ ഏറെ ദൈവകൃപ അനുഭവിക്കാനായിട്ട് സാധിക്കും. അവൻ നമ്മോട് പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് പോയി പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച വരുന്ന ദിവസങ്ങളിൽ സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കറിയാം, പൗലോസ് ഈ ക്രമം വളരെ മനോഹരമായി സൂക്ഷിച്ചതായ ഒരു ഭക്തനാണ്. കർത്തൃമേശയെക്കുറിച്ചുള്ള വലിയ സത്യം വരമൊഴിയായിട്ട് എഴുതാനായിട്ട് പൗലോസ് തുടങ്ങുമ്പോൾ അതെവിടെ നിന്നാണ് പ്രാപിച്ചതെന്ന് പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ട്? 1 കൊരിന്ത്യർ 11:21 വാക്യത്തിൽ, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പോൾ പൗലോസ് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് അത് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും നൽകുകയായിരുന്നു എന്നുള്ളത് നാം കാണുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് വാമൊഴിയായിട്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന കാര്യമാണ്, പോയി പ്രസംഗിക്കുക. അപ്പോൾ കർത്താവിനോട് കൂടെ ഇരുന്നാൽ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് ആ പ്രാപിക്കുന്നത് പോയി പ്രസംഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ വലിയ നിയോഗം നൽകുമ്പോൾ പോയി പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല, തന്നോട് കൂടെ ഇരുന്ന് എല്ലാ ആത്മീകമായ പ്രചോദനവും ഉൾക്കൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച് അത് പ്രസംഗിക്കുക എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വാക്യോടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്താം. നമുക്കറിയാവുന്ന വാക്യമാണ്. ഞാനീ പറഞ്ഞു വന്ന കാര്യങ്ങളോട് ചേർത്ത് യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് അടുത്ത ആഴ്ച വരുമ്പോൾ ധ്യാനിച്ചുകൊണ്ട് വന്നാൽ മതി. അവിടെ ഈ സത്യം, ഞാനീ പറഞ്ഞ പ്രമാണം വളരെ മനോഹരമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചിട്ടുള്ള ആളുകൾ അവർ ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് അത് നിർവഹിച്ചതെന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പോയി പ്രസംഗിക്കുക എന്നുള്ളതായ ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ കർത്താവിനോട് കൂടെ ഇരുന്ന് ഗുരുനാഥനോട് കൂടെ ഇരുന്ന് പ്രാപിക്കേണ്ട കാര്യങ്ങൾ പ്രാപിച്ച് അത് വിശ്വസ്തമായി നിവർത്തിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഈ ആലോചനകൾ നമുക്ക് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തുന്നതാണ്.